ഹലോ, അനൂസ് മാജിക് പ്ലേറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണല്ലോ ഓംലെറ്റ്, അല്ലേ? എങ്കിൽ ചിക്കൻ സ്റ്റഫ് ചെയ്ത ഓംലെറ്റ് ആണെങ്കിലോ? അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ചിക്കൻ ഓംലെറ്റ് ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആ ഓംലെറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുൻപായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ബെൽ ബട്ടണും പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എങ്കിൽ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ചിക്കൻ ഓംലെറ്റ് ഉണ്ടാക്കുവാനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇതുപോലെ 2-3 പീസ് ചിക്കൻ, അതായത് ഒരു 3/4 കപ്പ് ഏകദേശം വരുന്ന രീതിയിൽ ചിക്കൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഉപ്പും മഞ്ഞളും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് 2 മുട്ട, പിന്നെ ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ തക്കാളി അരിഞ്ഞത്, പിന്നെ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ മീറ്റ് മസാല, ഇത്രയും വേണം. അതിൻ്റെ അളവൊക്കെ പിന്നീട് പറഞ്ഞു തരാം. പിന്നെ വേണ്ടത് ഉപ്പ്, എണ്ണ, ഇത്രയും മതിയാകും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് നന്നായിട്ട് പിച്ചി കീറി മാറ്റി വയ്ക്കാം. നമ്മൾ കറി വയ്ക്കുവാനായിട്ട് ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ 2-3 പീസ് മാറ്റി വെച്ചാൽ മതി. ഇങ്ങനെ ദശയുള്ള പീസ് മാറ്റി വെച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ വേവിച്ചിട്ട് നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓംലെറ്റാണിത്. അപ്പോൾ ചിക്കൻ ഇതുപോലെ ചെറിയ രീതിയിൽ കീറി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓംലെറ്റിനായിട്ടുള്ള മസാലക്കൂട്ട് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പിൽ വെച്ച് ഞാൻ സ്റ്റൗ ഓൺ ചെയ്യുവാണ്. പാൻ നന്നായിട്ട് ചൂടായി വരട്ടെ. അതിനുശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം അരിഞ്ഞു വെച്ച് സവോള ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കണം. നല്ല രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുപോലെ കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ. അതുപോലെ മീറ്റ് മസാല ഒരു 1/2 ടീസ്പൂൺ. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂണേ ചേർത്തുള്ളൂ. ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതുപോലെ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഈ കൂട്ട് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഈ 2 മുട്ട ഈ ബൗളിലേക്കൊന്ന് പൊട്ടിച്ചൊഴിക്കണം. അതിനുശേഷം നല്ല രീതിയിൽ നന്നായിട്ട് തന്നെ അടിച്ച് പതപ്പിക്കണം.
നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് ഓംലെറ്റ് കിട്ടുവാനായിട്ട് നല്ല രീതിയിൽ പതപ്പിച്ചെടുത്താൽ മതി. സാധാരണ ചെയ്യുന്നതിലും കുറച്ചും കൂടെ സമയം എടുത്ത് നല്ലതുപോലെ പത വരുന്ന രീതിയിൽ പതപ്പിച്ചെടുക്കുക. കൂടെ നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. ചിലർ മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടെ സെപ്പറേറ്റ് ചെയ്തിട്ട് ആദ്യം വെള്ള തന്നെയായിട്ട് അടിച്ചെടുക്കും. അത് കഴിഞ്ഞാണ് മഞ്ഞക്കുരുവും കൂടെ ഇട്ട് അടിച്ചെടുക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ ഒന്നിച്ചെടുത്തിട്ട് കുറച്ചും കൂടെ സമയമെടുത്ത് നല്ല രീതിയിൽ പതപ്പിച്ചെടുത്താൽ മതി. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഓംലെറ്റ് ഉണ്ടാക്കുവാനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്തു. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കുവാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ തീ നന്നായിട്ട് കുറച്ചതിന് ശേഷം ഈ അടിച്ചു വെച്ച മുട്ട ഒഴിച്ചു കൊടുക്കാം. ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് ഇറച്ചിയുടെ ആ കൂട്ട് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ആ ഇറച്ചിക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഒരു സൈഡിലായിട്ട് ചേർത്ത് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഒരു സൈഡിൽ നിന്ന് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് മറിച്ചിടാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ആ ഇറച്ചിയുടെ കൂട്ട് കുറച്ച് കൂടിപ്പോയത് കൊണ്ടാണ് പൊട്ടിപ്പോയത്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ ചിക്കൻ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി വേറൊരു പുതിയ വിഭവവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.